അപ്പോൾ നമ്മൾ ഇന്നും കാർഗിൽ വിജയ ദിവസം ആചരിക്കുമ്പോഴും ഈ അടുത്ത അല്ലെങ്കിൽ ഈ കറന്റ് ആയിട്ടുള്ള പത്രങ്ങൾ എടുത്തു നോക്കുമ്പോഴും എല്ലാ ദിവസവും കാണുന്ന വാർത്തകളാണ് കാർഗിലിൽ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ നിയന്ത്രണ രേഖ ലംഘിച്ചു, പാക് പ്രകോപനം ഉണ്ടായി, അതിനെ തുടർന്ന് ഒരുപാട് ജവാന്മാർ കൊല്ലപ്പെട്ടു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇപ്പോഴും അവിടുത്തെ ഒരു കാര്യമല്ല, അവിടുത്തെ സംഘർഷാവസ്ഥയ്ക്ക് അങ്ങനെ ഒരു വലിയ അയവ് വന്നിട്ടുമില്ല. എല്ലാ ദിവസവും ഇങ്ങനെയുള്ള ഒരു എന്ന് വേണമെങ്കിലും ഒരു യുദ്ധമുണ്ടാകാം അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകാം എന്നുള്ള രീതിയിൽ അത്തരം കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ജവാന്മാരാണ് അവിടെ നിൽക്കുന്നത്. നമുക്ക് ഇന്ത്യ എന്നുള്ള ബോധം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ വേറെ ഒരു പ്രദേശത്തിലും ഇത്രത്തോളം ഉണ്ടാകില്ല. നമുക്ക് ഒരു കശ്മീരിൽ പോകുമ്പോൾ അവിടെ ഇങ്ങനെ എന്താണ് കുറച്ചിങ്ങനെ തെറിച്ചു നിൽക്കുന്ന ആൾക്കാർ ഇന്ത്യയുടെ ഭാഗമാകണ്ട എന്ന് പറഞ്ഞ് തെറിച്ചു നിൽക്കുക, നമ്മൾ സ്വാതന്ത്ര്യം വേണമെന്ന് കൂട്ടുന്ന ആൾക്കാർ. അതെ, മാത്രവുമല്ല തൊട്ടപ്പുറത്ത് ഭീകരത നിറഞ്ഞു നിൽക്കുന്ന ഏതൊരു നിമിഷവും വന്ന് ആക്രമിക്കാം, വന്ന് വിഴുങ്ങാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന എത്ര ഇന്ത്യയുടെ എത്ര ഭാഗം കരണ്ടെടുക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന മറ്റൊരു രാജ്യം, രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട് അവിടെ എങ്കിൽ പോലും ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ശരിക്കും ഇന്ത്യ എന്നുള്ള ഒരു വികാരം നമുക്ക് എത്രത്തോളം നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ശരിക്കും ഒരു ഇന്ത്യക്കാരനാവുക, ഇത്രയും അധികം ടോളറൻസ് ഈ കാർഗിൽ യുദ്ധത്തിൽ നമ്മൾ തിരിച്ചെടുത്തത് നമ്മുടെ സ്വന്തം സ്ഥലം മാത്രമാണ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ബലി കഴിക്കേണ്ടി വന്നത് ഒരുപാട് ജവാന്മാരുടെ ജീവിതമാണ്. തീർച്ചയായും. അപ്പം നമ്മുടെ ഭാരതാംബയുടെ ആ ഒരു ടോളറൻസ് അത് എന്നും ശരിക്കും നമുക്ക് നമ്മൾ ഓരോരോ ഇന്ത്യക്കാരും അത് നമ്മളിലേക്ക് ആവാഹിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. എല്ലാ കാലത്തും എവർഗ്രീനായി നിൽക്കുന്ന ഒരു വേർഡാണ് ചൊവ്വാദോഷം എന്നുള്ളത്. ചൊവ്വാദോഷം കാരണം വിവാഹം മുടങ്ങുന്നു, ചൊവ്വാദോഷം കാരണം വിവാഹം നടക്കുന്നില്ല, ചൊവ്വാദോഷമുള്ള ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് അതേ ദോഷമുള്ള മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കുടുംബജീവിതം നന്നായി പോകില്ല, അതിലൊരാൾ മരിച്ചു പോകും. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കാരണങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ എന്താണ് ചൊവ്വാദോഷം? ചൊവ്വാദോഷം കൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ മാത്രമാണോ വിവാഹം കഴിക്കാൻ പാടുള്ളൂ? ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഇത് നമ്മൾ മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞതാണ്. എന്നിരുന്നാലും ഈ അടുത്ത് ഒത്തിരി പേർക്ക് ലെറ്റർ ആയിട്ടൊക്കെ അങ്ങനെ സംശയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഈ ചൊവ്വാദോഷത്തിലേക്ക് വരുമ്പോൾ തന്നെ സാധാരണ രീതിയിൽ ഒരു ലഗ്നത്തിൻ്റെ 7-ലോ 8-ലോ സാധാരണ ആചാര്യന്മാർ നിഷ്കർഷിക്കുന്നത് ലഗ്നത്തിലോ 2-ലോ 12-ലോ 4, 7, 10, 8 ഈ ഭാവങ്ങളിലെല്ലാം ചൊവ്വ നിന്നാൽ അതിനെയെല്ലാം ചൊവ്വാദോഷമായിട്ടാണ് സാധാരണ ആചാര്യന്മാർ കണക്കാക്കുന്നത്. ഞാനിങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഒരു എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ജ്യോതിഷ വിദ്യാർത്ഥിയാണോ ജ്യോതിഷം അറിയാവുന്ന ആളാണോ വിളിച്ചിട്ട് കുറേ നിങ്ങൾ പറഞ്ഞൊക്കെ മറ്റുള്ളവരൊക്കെ കുറ്റം പറഞ്ഞ് നിങ്ങൾ പറയുന്നത് പൂര തെറ്റാണ്, നിങ്ങൾ ജ്യോതിഷം പഠിച്ചിട്ട് ഇതൊക്കെ പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ഉപദേശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, താങ്കൾക്ക് പ്രായം എനിക്ക് അറിഞ്ഞൂടെ, എന്നിരുന്നാലും ഞാൻ ജ്യോതിഷം പഠിച്ചിട്ടാണോ വന്നിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണോ? നമ്മൾ ഒരിക്കലും ജ്യോതിഷ ഗവേഷകൻ എന്നുള്ളൊരു വാക്കോട് ഉപയോഗിക്കുന്നില്ല. നമ്മൾ പറയുന്നത് ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങളാണ്. അത് തുടങ്ങുന്നത് തന്നെ ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ എന്ന് പറഞ്ഞാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ പറയുന്നത് തന്നെ ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങളാണ്. പിന്നെ ചൊവ്വാദോഷത്തെ കുറിച്ച് മാത്രമല്ല, ഒത്തിരി നമ്മുടെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമ്മളുടെ പല എപ്പിസോഡുകളിലും പരാമർശങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ വെറുതെ മൂത്രത്തിൻ്റെ തുമ്പത്ത് പിടിച്ച് തർക്കത്തിന് വരരുത്. എല്ലാ പ്രോഗ്രാം കണ്ടു നോക്കുക, അതിലും ശരി തെറ്റുകളിലേക്ക് വരിക. അല്ലാതെ കണ്ടിട്ട് ഞാൻ ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പഠിച്ചിട്ട് പറഞ്ഞ് ഉപദേശിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇത്ര അറിയുള്ളെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ പറയുന്നത് കേട്ട് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അല്ലാതെ കണ്ട് നമുക്ക് അതിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗുരുനാഥൻ പഠിപ്പിച്ച വിവരങ്ങൾ ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞു. നമ്മുടെ ഗുരുനാഥൻ തന്ന അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് പകരുന്നത്. ഇത് ജ്യോതിഷം പഠിക്കുന്ന ജ്യോതിഷന് ഉപയോഗിക്കാം, വലിയ ജ്യോത്സ്യനായിട്ടിരിക്കുന്നവനും വേണമെങ്കിലും ഉപയോഗിക്കാം, വലിയ കർമ്മിക്ക് ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. കാരണം നമ്മൾ വിവരങ്ങൾ ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമാണ്. അല്ലാതെ സീക്രട്ടായിട്ട് എനിക്ക് മാത്രം ഉപയോഗിക്കാൻ വെച്ചൊരു കാര്യങ്ങളല്ല. അങ്ങനെ സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയിപ്പോൾ അത് കിട്ടുന്ന രീതി പ്രതീക്ഷിച്ച് നിൽക്കാൻ വേണ്ട. അപ്പോൾ നമ്മൾ കോമൺ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആദ്യം പറഞ്ഞു, നമ്മൾ
ഒരു ലഗ്നത്തിൻ്റെ 2-ലോ 12-ലോ ലഗ്നത്തിലോ ചൊവ്വ അല്ലെങ്കിൽ 4, 7, 8, 10 ഭാവങ്ങളിൽ ചൊവ്വ വരുന്നതിനെയാണ് പൊതുവെ ചൊവ്വാദോഷം എന്ന് ആചാര്യന്മാർ ഗ്രഹിച്ച് കാണുന്നത്. അപ്പം ഞങ്ങളുടെ ആചാര്യമതം പറയുന്നത് ചൊവ്വ 7-ലോ 8-ലോ നിന്നാൽ മാത്രമേ ചൊവ്വാദോഷം ബാധകമാകുന്നുള്ളൂ. അതായത് ലഗ്നാലോ ചന്ദ്രാലോ ചൊവ്വ 7-ലോ 8-ലോ വന്നാൽ മാത്രമേ നമ്മളങ്ങനെ കാണുന്നുള്ളൂ. ഒന്ന്. രണ്ടാമതായിട്ട് ലഗ്നം കറക്റ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, ലഗ്നം കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് നമ്മൾ ജനിച്ച സമയം കറക്റ്റ് നോക്കിയിട്ട് മാത്രമല്ല, ഒരു ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ, ശനിയുടെ, ഗുളികൻ്റെ അല്ലെങ്കിൽ ഗുളികപനാധിപൻ്റെ 3-ൽ 2 ബന്ധം വരികയും ആ ലഗ്നം സ്ത്രീ ആണെങ്കിൽ അഷ്ടമം യുഗ്മമായിരിക്കണം, അല്ലെങ്കിൽ യുഗ്മത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടിയോ വിശേഷാൽ ദൃഷ്ടിയോ വരികയോ ചെയ്യണം. അങ്ങനെയെല്ലാം കണക്ക് കൂട്ടിയിട്ട് മാത്രമേ നമുക്ക് ഒരു ലഗ്നം കറക്റ്റാണോ നോക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. അപ്പോൾ ഒരു സാധാരണ ആവറേജിൽ പഠിച്ച ഒരു ജോലിസിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തിന് അടിച്ചു കൊടുക്കാമെന്നല്ലാതെ കണ്ട് ലഗ്നം കറക്റ്റ് ചെയ്യുന്ന പണി അറിഞ്ഞുകൂടാ. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, എൻ്റെ നാട്ടിലുള്ള ഒരു ടീച്ചർ എന്നെ പൂജയ്ക്കൊക്കെ വന്ന് കുട്ടി വിവാഹം കഴിക്കില്ല, കാരണം ജോലി കിട്ടാതെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു. 29 വയസ്സായി. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിൽ കുട്ടി നമ്മളുടെ അടുത്ത് വന്നു, പൂജയൊക്കെ ചെയ്തു. പൂജ കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് 3 ജോലി ഒപ്പം കിട്ടി. അതിലിപ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ കുട്ടി നിൽക്കുകയാണ്. അപ്പോൾ അന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഈ ജാതകം തലക്കുറി എൻ്റെ അടുത്ത് കൊണ്ട് ജാതകം കാണിച്ചു. ഈ ജാതകം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ജാതകത്തിൽ നക്ഷത്രം മാറിയിട്ടുണ്ട്, ഒരു നാൾ പിന്നിലേക്ക് വരും. അതായത് നമ്മൾ പറയുന്ന രീതിയിലുള്ള ലഗ്നം കറക്റ്റ് ചെയ്യുമ്പോൾ നക്ഷത്രം പിന്നിലേക്ക് വരും. ഇത് കറക്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വഴിപാട് ചെയ്താലേ പൂർണ്ണത ഉണ്ടാവുള്ളൂ. ഞാൻ എന്തായാലും അങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ആ നാളെടുത്തിട്ടാണ് കുട്ടിക്ക് പൂജ ചെയ്തു കൊടുത്തു. അതിൻ്റെ റിസൾട്ട് 45 ദിവസത്തിനുള്ളിൽ കുട്ടിക്ക് 3 ജോലി ഓഫറായിട്ട് വന്നു. കുട്ടി ഹാപ്പിയാണ്, അവരുടെ ഫാമിലി ഹാപ്പിയാണ്. അപ്പോൾ ടീച്ചർ വേറെ ജില്ലയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ആ ജില്ലയിൽ ഒത്തിരി ജ്യോത്സ്യന്മാരുള്ള ജില്ലയിലായതുകൊണ്ട് അവിടെ ചെന്ന് പ്രസിദ്ധരായ ഒരു 5 പേരെ ജാതകം കാണിച്ചു. ഇതൊന്ന് കറക്റ്റ് ചെയ്യണം, ശരിയാണെന്ന് ചോദിച്ചു. അവരെല്ലാവരും പറഞ്ഞു അത് കറക്റ്റാണ് ജാതകം, നിങ്ങൾ പറഞ്ഞ സമയത്ത് അതാണ് കറക്റ്റ് എന്ന് പറഞ്ഞു. അവർ 5 പേരും സമർത്ഥിച്ചു. ഈ പറഞ്ഞ ആചാര്യന് തലയ്ക്ക് ഭ്രാന്താന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ടീച്ചറോട് സമാധാനിപ്പിച്ചു വിട്ടു. പക്ഷേ ടീച്ചർ 5 പേരും കണ്ടു കഴിഞ്ഞു. ടീച്ചർ ആയതുകൊണ്ടാണ് ബുദ്ധി ഉപയോഗിച്ചാൽ 5 പേരെ കണ്ടിട്ട് അവസാനം എൻ്റെ അടുത്ത് ജാതകം കൊണ്ട് തന്നു, ഇത് താങ്കൾ തന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് തരണം, അതായത് നാൾ മാറ്റി ആ പറഞ്ഞ നാളിലേക്ക് വരുത്തണം. അപ്പോൾ മനസ്സിലായ? അപ്പോൾ ബോധമുള്ള പൊതുജനം ഉണ്ട്. ഈ ആചാര്യന്മാർ വെറുതെ വിഡിത്തം പുലമ്പിയിട്ട് ഇരുന്നിട്ട് ജ്യോതിഷം തട്ടിപ്പാണെന്നുള്ള രീതിയിലേക്ക് യുക്തിവാദികൾക്ക് സമർത്ഥിച്ച് എത്തുന്നതിനുള്ള ഇട കൊടുക്കുന്നതും ഈ ജ്യോതിഷത്തിൻ്റെ ഗഹനത വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്ത ആചാര്യന്മാർക്ക് വരുന്ന അബദ്ധങ്ങളാണ്. അപ്പോൾ എന്തായിരുന്നാലും ഈ ചൊവ്വാദോഷം എന്നുള്ളത് തന്നെ, അപ്പോൾ ലഗ്നം കറക്റ്റ് ചെയ്ത് മാറുമ്പോൾ ചിലപ്പോൾ 7, 8-ൽ നിൽക്കുന്ന ചൊവ്വയെല്ലാം സ്ഥാനം മാറിപ്പോവും. ലഗ്നം പിന്നിലേക്ക് വരണനുസരിച്ച് 8-ൽ നിൽക്കുന്ന ചൊവ്വ 9-ലേക്ക് പോകും. അവിടെ തന്നെ ചൊവ്വാദോഷം എന്ന് പറയുന്ന ഈ സംഭവം ഇല്ലാതെ പോകും. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വെറുതെ നമ്മളിപ്പോൾ പത്രമാധ്യമങ്ങളിലൊക്കെ വരാറുണ്ട്, 8-ൽ പാപം, 7-ൽ പാപം, 7-ൽ ചൊവ്വ, 8-ൽ ചൊവ്വ ഉള്ള യുവതിക്ക് ഭർത്താവിനെ തേടുന്നു, അല്ലെങ്കിൽ യുവാവിന് യുവതിയെ തേടുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ 8-ലും 7-ലൊക്കെ ചൊവ്വയാണെന്ന് ആര് തീരുമാനിച്ചു? ഇതേപോലെ തന്നെ അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ കുട്ടിയുടെ ജാതകം പരിശോധിക്കാനായിട്ട് നമ്മളെ വിളിച്ചു. ജാതകമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നാൾ മാറിപ്പോയി. കാരണം അവർ പറഞ്ഞു കുട്ടിയുടെ നാൾ അശ്വതിയാന്ന് പറഞ്ഞു. നമ്മളത് നോക്കിക്കഴിഞ്ഞപ്പോൾ രേവതി. എന്താ സംഭവിച്ചേ? ഇവിടെ ഈ ആചാര്യന്മാർക്ക് വരുന്ന അബദ്ധം, അതായത് കുട്ടി വിദേശത്ത് ജനിച്ചു കഴിയുമ്പോൾ അത് ഇന്ത്യൻ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഇവിടെ ജാതകം ശരിയാക്കും. അപ്പം എങ്ങനെ ശരിയാവും? അവിടെ ബുധനാഴ്ച ജനിച്ച കുട്ടിയെ മാറ്റി കഴിയുമ്പോൾ ഇവിടെ വ്യാഴാഴ്ച, അങ്ങനെ ശരിയാവും. അതേപോലെ അവിടെ പകല് ജനിച്ച കുട്ടി ഇവിടെ രാത്രിയിലാണ് ജനിച്ചത്, ഇതൊക്കെ എങ്ങനെ ശരിയാവും? ഇതിന് നക്ഷത്രം മാറിപ്പോവല്ലേ. കാരണം രേവതിയിൽ ജനിച്ച കുട്ടി അമേരിക്കയിൽ ബുധനാഴ്ച, രേവതിയിൽ ജനിച്ച കുട്ടി ഇന്ത്യയിലേക്ക് മാറ്റിയപ്പോൾ അത് വ്യാഴാഴ്ച അശ്വതിയിലേക്കായി. അപ്പോൾ അങ്ങനെ കണക്കാവുമോ? അത് കണക്കാവില്ലല്ലോ. കാരണം നമ്മൾ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, കുട്ടി എവിടെയാണോ ജനിക്കുന്നത് ആ നാട്ടിൽ ജനിച്ച സമയം ഏതാണോ അതാണ് സമയം. അതായത് 6:20 അവിടെ ജനിച്ചെങ്കിൽ രാവിലെ 6:20 ജനിച്ചാൽ അവിടുത്തെ സമയം വെച്ച് തന്നെ എടുക്കണം, അല്ലാതെ ഇവിടേക്ക് അത് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ബുധനാഴ്ചയാണെങ്കിൽ ആ ബുധനാഴ്ച തന്നെ എടുക്കണം, അവിടുത്തെ ഉദയം വെച്ചിട്ട് കണക്ക് കൂട്ടണം. ഇതാണ് ജ്യോതിഷം. അല്ലാതെ വെറുതെ കുറേ പൊട്ടത്തരങ്ങൾ, അതിൻ്റെ തുമ്പത്ത് കുറേ വാലും കൊണ്ടുവന്നിട്ടിട്ട് വലിയ പ്രഗത്ഭന എന്ന് പറയുന്നത് അങ്ങനെ ശരിയാവും? നമ്മൾ യുക്തി കൂടി ഉപയോഗിക്കണം. യുക്തിവാദത്തിനല്ല ഉപയോഗിക്കണ്ടേ. നമുക്കിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, ആ കിണറിൽ നിങ്ങളങ്ങ് ചാടിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ പരിശോധിക്കണം എനിക്ക് നീന്തൽ അറിയാമോന്ന്, വേണ്ടേ? അപ്പം എന്ത് ചെയ്യണം? ആദ്യം ആചാര്യനൊന്ന് ചാടി ഒന്ന് നീന്തി കാണിച്ചു തരാൻ പറയണം. ആചാര്യൻ നീന്തി എന്നെ രക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ കണ്ടു ബോധിച്ചിട്ട് ചാടാൻ നിന്നാൽ മതി. അല്ലാതെ ആചാര്യൻ പറഞ്ഞ് ചാടിക്കോളാൻ പറഞ്ഞ് ഞാൻ ചാടിയപ്പോൾ എന്തായാലും സംഭവിച്ചേ? ആചാര്യൻ നീന്തൽ അറിഞ്ഞൂടാ. നമുക്ക് നീന്തൽ അറിയാവുന്നതുകൊണ്ട് കുറേ വെള്ളം കുടിച്ച് കയറി പോന്നു. അറിയില്ലായിരുന്നെങ്കിലോ ഈ കഥ പറയാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടാവില്ല. കാരണം അപ്പം പത്രമാധ്യമങ്ങളിൽ വരും
വലിയ ആചാര്യൻ്റെ വീട്ടിൽ വന്നു പ്രശ്നം നോക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ കിണറിൽ ചാടി യുവതി ആത്മഹത്യ ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചാൽ ആചാര്യന് പറ്റിയ അബദ്ധമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലേക്കൊക്കെ ചാടുന്നതിന് മുമ്പ് പറയുന്നത് എത്ര വലിയ പാണ്ഡിത്യമുള്ള ആളായിരുന്നാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിലും, അവരുടെ പാണ്ഡിത്യം നിങ്ങൾ നോക്കണ്ട, അവരുടെ പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയൊരു അറിവിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ കണ്ട് അവർ പ്രയോഗിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പ്രയോഗം കൂടി നടത്തി നോക്കണം. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം പ്രയോഗിക്കാൻ പറയാം, ഇല്ലെങ്കിൽ മനസ്സിലാക്കുക അയാൾക്ക് അതിനുള്ള കഴിവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചൊവ്വാദോഷത്തിലേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ ലഗ്നം കറക്റ്റ് ചെയ്തിട്ട് വേണം. 7-8 നിൽക്കുന്ന ചൊവ്വയെ മാത്രമേ നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടുള്ളൂ. പിന്നെ ഇതേപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നീചത്തിലോ നിൽക്കുന്ന ചൊവ്വ ഒരിക്കലും ദോഷകാരകനല്ല. അപ്പോൾ പിന്നെ ചൊവ്വാദോഷം എന്ന് പറയും. ഈ അടുത്ത് തന്നെ ഒരു പാർട്ടി നമ്മളുടെ അടുത്തുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു പെങ്ങൾ വിവാഹത്തിന് സമ്മതിക്കില്ല. കാരണം എന്താ, ഒത്തിരി വിവാഹാലോചനകളൊന്നും എല്ലാം ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ചൊവ്വാദോഷക്കാരിയെ വിവാഹം കഴിക്കാൻ ആളില്ലാതെ വിഷമിച്ചേക്കുന്ന, അങ്ങനെ നമ്മൾ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പെൺകുട്ടികളുടെയൊക്കെ ജീവിതം തുലച്ചിട്ടുണ്ട് ഈ ചൊവ്വാദോഷം എന്ന് പറയുന്ന വിഡ്ഢിത്തം പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു വിഡ്ഢിത്തമൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. 7-ഓ 8-ലോ ചൊവ്വ ഇങ്ങനെ ഈ പറഞ്ഞ ഉച്ചത്തിലോ നീചത്തിലോ അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിലോ അല്ലാതെ, അതേപോലെ ഗുളിക ഭവനാധിപനായിട്ട് നിന്നാലും ചൊവ്വയ്ക്ക് ബലം ഉണ്ടാവില്ല. ഇതെല്ലാം കണക്കൂട്ടണം. അപ്പോൾ ആചാര്യൻ ചൊവ്വയുടെ ക്ഷേത്രത്തിൽ, അതായത് ചൊവ്വയുടെ ക്ഷേത്രം എന്ന് പറയുന്നത് മേടം അതേപോലെ വൃശ്ചികൻ രാശികളിലാണ് ഗുളികൻ നിൽക്കുന്നതെങ്കിൽ ഈ ചൊവ്വ 7-ൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ചൊവ്വയ്ക്ക് ബലമില്ല. കാരണം ഗുളിക ഭവനാധിപനാണ്, ചൊവ്വയുടെ ബലം കളഞ്ഞിട്ടുണ്ട്. അതേപോലെ ചൊവ്വയുടെ കൂടെ ബുധൻ നിൽക്കുന്നുണ്ടെങ്കിലും ചൊവ്വയ്ക്ക് ബലം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ കണക്കുണ്ട്. ഇങ്ങനെയുള്ള ഈ ചൊവ്വാദോഷത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ചൊവ്വ ഉച്ചത്തിലാണോ നീചത്തിലാണോ സ്വക്ഷേത്ര ബലവാനാണോ, കൂടെ കേതുണ്ടോ രാഹുണ്ടോ ബുധനുണ്ടോ, ഇങ്ങനെ യോഗം ചെയ്ത് നിൽക്കുന്നുണ്ടോ, അതേപോലെ ചന്ദ്രൻ്റെ യോഗമുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് വേണം. ചൊവ്വയ്ക്ക് ബലാബലമൊക്കെ അറിഞ്ഞിട്ട് വേണം ചൊവ്വാദോഷമാണോ എന്നൊക്കെ അറിയാൻ. അപ്പോൾ ഇത് പല എപ്പിസോഡുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചതിന് ശേഷം മാത്രമേ ചൊവ്വാദോഷം എന്നുള്ളതിലേക്ക് എത്താൻ പാടുള്ളൂ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ കത്തുകളായി ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. കാർഗിൽ യുദ്ധത്തിൽ ഒരു രസകരമായ മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, കാർഗിൽ യുദ്ധത്തിൻ്റെ സമയത്ത് പാകിസ്ഥാനി പേപ്പേഴ്സും PTV എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഒരു ചാനലും എല്ലാം ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റിംഗ് നിർത്തിവെച്ചിരുന്നു. ആക്ച്വലി അവരുടെ ഈ ന്യൂക്ലിയർ ബോംബ് ടെസ്റ്റുകളും അല്ലെ അതിനുശേഷമുണ്ടായ ഈ വാറിൽ തന്നെ ദൂരദർശൻ്റെ ഒരു ബ്രാഞ്ചും അവിടെ എഫക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഈ പാകിസ്ഥാനി ന്യൂസ് ഇന്ത്യൻ സെക്യൂരിറ്റിയെ വലുതായിട്ട്, ഇന്ത്യൻ ജനതയെ വലുതായിട്ട് ബാധിക്കരുത് എന്ന നിലയിലാണ് ഈ ഒരു ബാൻ വെച്ചത്. അപ്പോൾ ഫ്രീഡം ഓഫ് പ്രസ് ഇതാണ് ഇൻഫ്രിഞ്ച്മെന്റ് ആണ് എന്ന് പറഞ്ഞ് പാകിസ്ഥാനികൾ, അതെ പാകിസ്ഥാനികളും ഒത്തിരി അധികം അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. പക്ഷെ ഇന്ത്യ അതിൽ ഉറച്ചു നിന്നു. എന്തായാലും നമുക്ക് ഈ ഒരു സമയത്ത് അവിടെ നിന്നുള്ള ന്യൂസ് ഫീഡുകൾ വേണ്ട എന്നുള്ളത് പറഞ്ഞിട്ട്. ഏതായാലും കാർഗിൽ വിജയ് ദിവസ് എന്ന് പറയുന്നത് ഒരുപാട് മാസങ്ങൾ നീണ്ടുനിന്ന, അല്ലെങ്കിൽ 60 ദിവസത്തോളം നീണ്ടുനിന്ന ഒരു യുദ്ധത്തിന്റെ ഒരു പര്യവസാനമാണ്. അതിൽ നിന്ന് നമ്മൾ നേടിയത് നമ്മുടെ സ്വന്തം സ്ഥലം നമ്മൾ മറ്റൊരാളിൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു വിജയമാണ് നമ്മൾ നേടിയത്. അതിനുവേണ്ടി ഒരുപാട് പേര് ജീവത്യാഗം ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്നുള്ളൊരു വികാരം ഓരോരുത്തരിലും ഉണ്ടാകണം. എന്റെ ഭാരതം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നുള്ള ഒരു ചിന്ത ഓരോ ഇന്ത്യക്കാരിലും ഉണ്ടാകണം. പലപ്പോഴും നമ്മളിപ്പോൾ എല്ലാം നമ്മുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇപ്പോൾ ഒരു സ്ട്രെയിൻഡ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈസ്റ്റ് ഭാഗങ്ങളും എല്ലാം ഇതുപോലെ പ്രിസർവ് ചെയ്യാൻ നമ്മുടെ ഒരുവിധം എല്ലാ ഭാഗവും, ഈ കേരളം എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഒരുവിധം ഒത്തിരി നല്ലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് ആ ഒരു രീതിയിൽ. പക്ഷെ എങ്കിൽ പോലും ബാക്കി ബോർഡർ ഷെയർ ചെയ്യുന്ന, ബാക്കി കൺട്രീസുമായി ബോർഡർ ഷെയർ ചെയ്യുന്ന നമ്മുടെ ഇന്ത്യയുടെ ബാക്കി സ്ഥലങ്ങളെല്ലാം തന്നെ ഒരു ഭീഷണിയിലാണ്. അങ്ങനെ നമ്മൾ പൂർണ്ണമായി പറയുകയല്ല, എന്നിരുന്നാൽ പോലും അത്തരത്തിലുള്ള ഭീഷണിക്ക് എന്നും ഒരു സാധ്യതയുണ്ട്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, എനിക്ക് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ US-ലേക്ക് പോകാനോ UK-ലേക്ക് പോകാനോ താല്പര്യപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു യുവതലമുറയാണ് വളർന്നു വരുന്നത്. എന്നാൽ എൻ്റെ രാജ്യം ശ്രേഷ്ഠമാണ്, എൻ്റെ ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്നതാണ് എനിക്ക് അഭിമാനം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരേണ്ടിയിരിക്കുന്നു. സൈനികനാണ് അല്ലെങ്കിൽ എൻ്റെ
എൻ്റെ ജീവിതം ഞാൻ എൻ്റെ ഭാരതത്തിന് വേണ്ടി ബലി കൊടുക്കാൻ തയ്യാറാണ് എന്ന ഓരോ ഭാരതീയനും ചിന്തിക്കേണ്ട ഒരു അവസരം കൂടിയാണിത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏവർക്കും മംഗളകരമായ ഒരു കാർഗിൽ വിജയ് ദിവസ് ആശംസിക്കുകയാണ്. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.